മൺസൂൺ ഓഫർ. ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയിഡ് ടെസ്റ്റുകൾക്ക് 150 രൂപ മാത്രം. ലാബ്സ് MHL, എറിയാട്, കാര, അസ്മാബി കോളേജ്. മതിലകം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കാണ് വിദ്യാഭ്യാസ അവാർഡ് നൽകി അനുമോദിച്ചത്. മതിലകത്ത് നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. അന്ന് SSLC എൻ്റെ ക്ലാസ് ജയിച്ചിരിക്കുന്നുണ്ട്. 5 or 6 പേരാണ് ജയിച്ചത്. A+അല്ല, വലിയ മാർക്ക് കൊടുക്കുക. അന്ന് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് എന്നൊക്കെ പറയുന്നുള്ളൂ. 2 ഫുൾ A+ സംവിധാനത്തിലായിരുന്നു. അപ്പം വിരലിൽ രണ്ടാമതൊരാണ് ജയിക്കുന്നത്. ബാക്കി എല്ലാവരും എന്താ തോൽക്കുന്ന രീതിയിലാണെന്നുണ്ടായത്. പിന്നെ വലിയ മാർക്ക് കിട്ടിയ ആളുകൾ അന്നെനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ബാച്ചിൽ തന്നെ വലിയ മാർക്ക് കിട്ടിയിട്ടുണ്ട്. 503 കിട്ടി. 503 മാർക്ക് എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ മാർക്കാണ്. എനിക്കൊന്ന് സ്കൂളിൽ അസംബ്ലിയിലോ എന്തോ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറം കുട്ടിക്ക് പ്രത്യേക പ്രാധാന്യം കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ പക്ഷേ ഫ്ലെക്സ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അല്ലേ, ഇപ്പോൾ ഒരു ഫസ്റ്റ് ക്ലാസ് A+ കിട്ടിയ നിങ്ങളുടെ ചിത്രം ഞാൻ മിക്കവാറും നിങ്ങളുടെ ചെക്കുണ്ടാകുന്ന ചില ആളുകൾ പെട്ടെന്ന് പരിചയം വരുന്നത് എന്താ പറയുക. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. MES അസ്മാബി കോളേജ് പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ സനന്ദ് സദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. അതുകൊണ്ട് ഒറ്റവാക്കിൽ നിങ്ങളെല്ലാം അഭിനന്ദിച്ചുകൊണ്ട് ആ വിഷയം ഞാൻ നിർത്തുന്നു. വാസ്തവത്തിൽ നിങ്ങൾ A+ കിട്ടാൻ യോഗ്യരാക്കിയ ഒന്ന് നിങ്ങളുടെ പ്രവർത്തനം ഒക്കെ ആണെങ്കിലും അതിനപ്പുറത്ത് അതിന് നിങ്ങളെ ഒരുക്കിയ മറ്റൊരു വിഭാഗം ആളുകളുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗം നിങ്ങളുടെ രക്ഷിതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥി വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഓരോ മെമെന്റോയും വാസ്തവത്തിൽ അതിൻ്റെ അവകാശികൾ അവരുടെ മാതാപിതാക്കളാണ്. നമ്മൾ സാധാരണ പറയുന്നുണ്ട്, അച്ഛനും അമ്മയും ഒക്കെ കൊണ്ട വെയിലും നനഞ്ഞ മഴയുമാണ് ഒരു വിദ്യാർത്ഥിയുടെ കരുത്ത് എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് അതിനായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കി. ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഓഫൂർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ഹരിലാൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK പ്രേമാനന്ദൻ, പഞ്ചായത്ത് സെക്രട്ടറി KS രാമദാസ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ET ടൈസൺ MLA, വിരമിച്ച അധ്യാപകരായ TS സജീവൻ, VK മുജീബ് റഹ്മാൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മണ്ഡലത്തിലും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തി, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത്